ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, തോബിത്ത് 4:19, നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്പം കാര്യപ്രാപ്തിയുള്ള മനുഷ്യരോട് ചോദിക്കും, അവർ പറയും, പിന്നെ ഞങ്ങളുടെ വഴികളും മാർഗങ്ങളും ഒക്കെ പിന്നെ നമ്മൾ തീരുമാനിച്ച് നടക്കാത്ത കാര്യമുണ്ടോ? പക്ഷെ ബൈബിൾ പറയാം, നിന്റെ പാതകൾ നേരെയാകാൻ നിനക്ക് ആഗ്രഹിക്കാം, ശ്രമിക്കാം, പക്ഷെ അതൊരു ഗ്രേസ് ആണ്, ഒരു ഉപരി നന്മയാണ്. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നിനക്കൊരു ഉപരി നന്മ, ഗ്രേറ്റർ ഗ്രേസ്. ഒരു മാനുഷിക സംവിധാനവും മാനുഷികമായ കരുത്തുമല്ല നമ്മുടെ നന്മ നിർണയിക്കുന്നതെന്ന് ഇന്നും നമ്മൾ അനേകര് പഠിച്ചിട്ടില്ല. നമ്മുടെ ഒരു തീരുമാനത്തിന്റെ ഫലമാണ് നമ്മുടെ നന്മയെന്നോ. നമുക്ക് നിരൂപിച്ചാൽ നന്നാകാൻ പറ്റും, പക്ഷെ അത് ഉപരി നന്മയാണ് നമ്മുടെ നന്മയെ വിളയിക്കുന്നതെന്നറിയണം. നന്മ പൂക്കുന്നവരാണ്, പക്ഷെ അത് വിളഞ്ഞ് പാകമാകുന്നത് കർത്താവിന്റെ കൃപയില്ല. അതുകൊണ്ട് എന്റെ പാത നേരെയാകുന്നത് ദൈവത്തിന്റെ കരുണ വരുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ നിരൂപിക്കുന്ന നല്ല കാര്യങ്ങൾ നിരൂപിക്കാൻ പറ്റും, പക്ഷെ അത് ശുഭമായി ഭവിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ തട്ടകത്തിലാണ്. നിരന്തരം കർത്താവിന്റെ കരുണയുടെ തട്ടകത്തിൽ ആശ്രയിച്ച് എളിമപ്പെടാൻ ദൈവം ഇടവരുത്തട്ടെ. ആമേൻ ആമേൻ.